ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗരുഡൻ അമൃത് അപഹരിക്കുന്ന കഥ പറയാം. ഹരേ കൃഷ്ണ. ദേവന്മാരെല്ലാവരും തങ്ങളുടെ ആയുധങ്ങളുമേന്തി ചട്ടയണിഞ്ഞ് അമൃതിനെ ജാഗ്രതയോടെ കാത്തുകൊണ്ടിരിക്കെ ദേവന്മാർക്കെതിരായി ഗരുഡൻ്റെ വരവ് കണ്ടു. ഗരുഡനെ അകലെ നിന്ന് കണ്ടപ്പോൾ തന്നെ ദേവലോകം വിറച്ചുപോയി. മിന്നലിനും അഗ്നിക്കും തുല്യമായ ആകാരത്തോടെ വിശ്വകർമാവ് അമൃത് കാക്കുവാൻ നിൽക്കുന്നുണ്ട്. വിശ്വകർമാവ് പക്ഷിയുമായി പടവെട്ടി. തൻ്റെ ചിറകുകൊണ്ടും കൊക്കുകൊണ്ടും കൊത്തിയും ഒരു മുഹൂർത്ത സമയം വരെ പോരാടിയപ്പോൾ വിശ്വകർമാവ് ക്ഷതമേറ്റ് ക്ഷീണിച്ചു വീണു. ഗരുഡൻ തൻ്റെ വിസ്തൃതമായ ചിറകുവിടർത്തി അടിച്ച് കൊടുങ്കാറ്റുണ്ടാക്കി പൊടി പറപ്പിച്ച് ലോകമാകെ ഇരുട്ടിലാക്കി. ഇതോടെ അമൃത് കാക്കുന്ന ദേവന്മാർക്ക് കണ്ണു കാണാൻ വയ്യാതെയായി. ഇപ്രകാരം ദേവലോകത്തെയാകെ ഇരുട്ടിലിട്ട് ഇളക്കിമറിച്ചു ഗരുഡൻ. ഇതോടെ ദേവേന്ദ്രൻ വായു ഭഗവാനോട് പറഞ്ഞു, ഹേ മാരുത, ഈ പൊടി അത് നീ മാറ്റുക. അത് നിന്റെ കർത്തവ്യമാണ്. വായുദേവൻ ഉടനെ തന്നെ പൊടിയാകെ മാറ്റി. ആകാശം തെളിഞ്ഞു. മൂടൽ നീങ്ങിയപ്പോൾ ദേവന്മാർ ആ ഗരുഡനെ നല്ല പോലെ മർദ്ദിച്ചു. ദേവന്മാരുടെ ഭയങ്കരമായ മർദ്ദനമേറ്റപ്പോൾ ഗരുഡൻ കാളമേഘം പോലെ ഭയങ്കരമായ അലറിക്കൊണ്ട് മേൽപോട്ട് പൊങ്ങി. എന്നാൽ ഈ സമയത്ത് ദേവേന്ദ്രൻ മറ്റ് ദേവന്മാരോടൊത്ത് ഗരുഡന് നേരെ ശരങ്ങൾ ചൊരിഞ്ഞു. പട്ടസം, പരിഗം, ശൂലം, ഗദ, ക്ഷുരം, ചക്രം എന്നിങ്ങനെ പലവിധ ശസ്ത്രങ്ങൾ അവർ ഗരുഡൻ്റെ നേരെ പ്രയോഗിച്ചു. എന്നാൽ ഘോരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ആ ഗരുഡനെ യാതൊരു കൂസലുമില്ലാതെ ഗരുഡൻ ആകാശത്തിൽ അഗ്നി എരിയുന്ന പോലെ ശോഭിച്ച് തൻ്റെ പക്ഷം കൊണ്ടും വക്ഷസ്സുകൊണ്ടും കൊക്കുകൊണ്ടും നഖം കൊണ്ടും ദേവന്മാരെ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു. ദേവന്മാരൊടുവിൽ ചോരയൊലിച്ച് പല ദിക്കിലേക്കായി ഓടിപ്പോയി. ഒടുവിൽ ഗരുഡൻ അമൃതിൻ്റെ അടുത്തെത്തി. ആ സമയത്ത് അമൃതിനു ചുറ്റും അഗ്നി ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഉടനെ തന്നെ ഗരുഡന് 1800 മുഖങ്ങൾ കാണപ്പെടുകയും ആ മുഖങ്ങളൊന്നിൽ നിന്ന് നദീജലമെടുത്ത് അഗ്നിയിൽ ഒഴിക്കുകയും തീ ശമിച്ച സമയത്ത് പക്ഷിരാജാവായ ഗരുഡൻ തൻ്റെ ദേഹം ചെറുതാക്കി വീണ്ടും അമൃതിനടുത്തേക്ക് കുതിച്ചു. ആ അമൃത് കാക്കുവാൻ വേണ്ടി അമൃതിനു ചുറ്റും ക്ഷുരങ്ങളോടുകൂടിയ തീക്ഷ്ണമായ കാരിരുമ്പുയന്ത്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗരുഡൻ കണ്ടു. അമൃതിന് അടുക്കുന്നവരെ അറുത്തുവിടുന്ന ആ യന്ത്രം ദേവനിർമ്മിതമാണ്. ആ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ചക്രത്തിൻ്റെ അരത്തിൻ്റെ പഴുതു നോക്കി നിന്ന് ദേഹം നന്നായി ചെറുതാക്കി ഗരുഡൻ ആ പഴുതിലൂടെ ഉള്ളിലേക്ക് ക്ഷണാർദ്ധം കൊണ്ട് ചാടിക്കടന്നു. അവിടെ എത്തിയപ്പോൾ ചക്രത്തിൻ്റെ താഴെയായി അമൃത് കാക്കുവാൻ നിയോഗിക്കപ്പെട്ട 2 സർപ്പങ്ങളെ കണ്ടു. അഗ്നിയെപ്പോലെ ഉഗ്രരൂപമായി മിന്നൽ പോലുള്ള നാവുകളും അഗ്നി പോലെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന നേത്രങ്ങളും ചേർന്ന അവർ നോട്ടം കൊണ്ട് തന്നെ വിഷമേൽപ്പിക്കുന്നവരാണ്. ക്രോധത്തോടുകൂടി ജാഗരൂകരായി കലങ്ങിയ കണ്ണുകളോടുകൂടി എപ്പോഴും നിർനിമേഷരായി നിൽക്കുന്നുണ്ടായിരുന്നു ആ സർപ്പങ്ങൾ. അവരുടെ കണ്ണേൽക്കുന്നവൻ തന്നെ ഭസ്മമായി പോകും. ഇതറിയാവുന്നത് കൊണ്ട് തന്നെ ഗരുഡൻ ഉടനെ തന്നെ അവരുടെ ദൃഷ്ടി പൊടി പറപ്പിച്ച് മൂടിക്കളഞ്ഞു. അവരെ അന്ധരാക്കി. എന്നിട്ടാണ് ഗരുഡൻ അവരെ അടിച്ച് അവശരാക്കിയത്. അങ്ങനെ ആ സർപ്പങ്ങളുടെ ദേഹത്തിൽ കയറിയിരുന്ന് അവരുടെ നടുഭാഗം കൊത്തിമുറിച്ചിട്ട് അമൃതിൻ്റെ അരുകിലേക്ക് വീണ്ടും അടുത്തുകൊണ്ടിരിക്കുകയാണ് ഗരുഡൻ. അങ്ങനെ ഗരുഡൻ അമൃത് കൈക്കലാക്കി. തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വീരയന്ത്രം അടിച്ചു തകർത്ത് ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി. അമൃത് ഒന്ന് സോതു നോക്കുക പോലും ചെയ്യാതെ അതെടുത്ത് പെട്ടെന്ന് പുറത്തു കടന്ന ആ പരാക്രമിയായ ഗരുഡൻ ആകാശത്തിലേക്ക് ഉയർന്നു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാളിരിക്കുന്നുണ്ടായിരുന്നു, സാക്ഷാൽ വിഷ്ണു ഭഗവാൻ. ഗരുഡൻ്റെ വിക്രമം കണ്ട് വിഷ്ണു ഭഗവാൻ സന്തോഷിച്ചു. തൻ്റെ കർമ്മം വളരെ ഭംഗിയായി ചെയ്തതിനാൽ സാക്ഷാൽ ശ്രീഹരി ഏറ്റവും കൂടുതൽ ഗരുഡനിൽ പ്രസാദിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ ഗരുഡ,
ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു, നീ എന്നിൽ നിന്ന് വരം വരിച്ചാലും. ഗരുഡൻ പറഞ്ഞു, ഞാൻ എപ്പോഴും അങ്ങയിൽ ഇരിക്കണം. പിന്നെയും ഗരുഡൻ സാക്ഷാൽ നാരായണനോട് പറഞ്ഞു, അമൃത് പാനം ചെയ്താൽ ആരും മരിക്കുന്നില്ലല്ലോ. എന്നാൽ അമൃത് പാനം ചെയ്യാതെ തന്നെ ഞാൻ മരണമില്ലാത്തവനാവണം. ഇത് കണ്ട സാക്ഷാൽ നാരായണൻ പറഞ്ഞു, എന്നാൽ അപ്രകാരം തന്നെ ഭവിക്കട്ടെ. ഇങ്ങനെ 2 വരങ്ങൾ വരിച്ചതിന് ശേഷം ഗരുഡൻ ഹരിയോട് പറഞ്ഞു, ഹേ പ്രഭു, അങ്ങേക്ക് ഞാനും വരം തരാം. എന്ത് വരമാണ് ഭവാന് വേണ്ടതെന്ന് പറഞ്ഞാലും. സാക്ഷാൽ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, നീ എൻ്റെ വാഹനമാകണം. നിനക്ക് വസിക്കാൻ ഞാൻ ധ്വജം തീർക്കുന്നുണ്ട്. എൻ്റെ ഉപരിഭാഗത്ത് നീ വസിക്കുക. അപ്രകാരം തന്നെ ആകാമെന്ന് പറഞ്ഞ് ഗരുഡൻ വായുവേഗത്തിൽ പറന്നുകൊണ്ടിരുന്നു. ഇത് കണ്ട ദേവേന്ദ്രൻ തൻ്റെ വജ്രം കൊണ്ട് ആ ഗരുഡനെ പ്രഹരിച്ചു. എന്നാൽ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കിട്ടിയ ഗരുഡന് പിന്നെ എന്താണ് ഭയം? അതുകൊണ്ട് തന്നെ ഇന്ദ്രദേവൻ്റെ വജ്രമേറ്റിട്ടും ഒരു കൂസലും കൂടാതെ അമൃതും കൊണ്ട് പറക്കുമ്പോൾ ആ പക്ഷി രാജാവായ ഗരുഡൻ ചിരിച്ചുകൊണ്ട് ഇന്ദ്രനോട് പറഞ്ഞു, സ്വന്തം അസ്ഥി കൊണ്ട് വജ്രം തീർത്ത ഹേ ദേവേന്ദ്ര, അങ്ങയെ ഞാൻ മാനിക്കുന്നു. ഞാൻ ആ വജ്രത്തെയും മാനിക്കുന്നു. വജ്രായുധനായ ഭവാനെയും ഞാൻ മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങയുടെ വജ്രമേറ്റിട്ടും എനിക്ക് ഒരു ലവലേശവും വേദന തോന്നുന്നില്ല. ഇനി അങ്ങനെ ഒന്ന് വന്നു ചേരുകയുമില്ല. ഇനി സൂതനാണ് കഥ പറയുന്നത്. സൂതൻ പറഞ്ഞു, ഗരുഡൻ ഇങ്ങനെ പറഞ്ഞിട്ട് ആകാശത്തു നിന്നും തൻ്റെ ഒരു തൂവൽ താഴത്തേക്ക് പൊഴിച്ചു. ഗരുഡന് ഇത്രയധികം മഹാത്മ്യം വന്നു ചേർന്നത് അറിഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇന്ദ്രദേവൻ ഗരുഡനോടായി പറഞ്ഞു, ഹേ ഭവാനെ, അങ്ങ് അതിശക്തനാണ്. അങ്ങേക്ക് അമൃത് വേണ്ടെങ്കിൽ അത് ഇങ്ങ് തന്നേക്കുക. അങ്ങ് ആർക്കാണോ അമൃത് കൊണ്ടുപോയി കൊടുക്കുന്നത്, അങ്ങനെ കൊടുത്താൽ അവർ ഒരിക്കലും മരണമില്ലാത്തവരായി തീരുകയും അതുകൊണ്ട് തന്നെ അവർ ദേവന്മാരെ ദ്രോഹിക്കുന്നവരായി വരികയും ചെയ്യും. ഗരുഡൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം സാധിക്കുന്നതിന് വേണ്ടിയാണ് അമൃത് ഹരിച്ചത്. അതായത് എൻ്റെ അമ്മയെ ദാസ്യത്തിൽ നിന്ന് വേർപെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ അമൃത് പാനം ചെയ്യാൻ ഞാൻ ആർക്കും കൊടുക്കുന്നതല്ല. ഞാൻ ഈ അമൃത് എവിടെ കൊണ്ടുപോയി വയ്ക്കുന്നുവോ അവിടെ നിന്നും ഹേ ദേവേന്ദ്ര, ഭവാൻ അങ്ങ് സാഹസത്തോടെ ഈ അമൃത് കൊണ്ടുപോയിക്കൊള്ളുക. ദേവേന്ദ്രൻ പറഞ്ഞു, ഹേ ഗരുഡ, ഭവാൻ പറഞ്ഞ വാക്കിനാൽ ഞാൻ തൃപ്തനായിരിക്കുന്നു. ഞാൻ നന്ദി പറയുന്നു. എന്നിൽ നിന്ന് ഭവാൻ ആവശ്യമുള്ള വരം വാങ്ങിക്കൊള്ളുക. ഗരുഡൻ പറഞ്ഞു, എൻ്റെ അമ്മയെ ദാസ്യത്തിൽ ഏർപ്പെടുത്തിയത് സർപ്പങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ശക്തരായ സർപ്പങ്ങൾ എന്നും എനിക്ക് ഭക്ഷണമായി ഭവിക്കണം. ദേവേന്ദ്രൻ പറഞ്ഞു, അങ്ങ് ആഗ്രഹിച്ചത് അപ്രകാരം തന്നെ സംഭവിക്കട്ടെ. ഇങ്ങനെ ഗരുഡന് സാക്ഷാൽ മഹാവിഷ്ണുവിൽ നിന്നും വരം ലഭിച്ചു, ദേവേന്ദ്രനിൽ നിന്നും വരം ലഭിച്ചു. ഇങ്ങനെ ഗരുഡൻ വീണ്ടും ഉയർന്ന് പറന്ന് പൊങ്ങി തൻ്റെ അമ്മയുടെ അരികിലെത്തി. തൻ്റെ അമ്മയെ ദാസ്യത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സർപ്പങ്ങളെയെല്ലാം വിളിച്ച് ഉണർത്തിച്ച് പറഞ്ഞു. ഗരുഡൻ പറഞ്ഞു, ഹേ സർപ്പങ്ങളെ, ഇതാ ഞാൻ ദർഭ വിരിച്ച് അമൃത് വയ്ക്കുന്നു. നിങ്ങളെല്ലാവരും കുളിച്ച് മംഗളം പൂണ്ട് നിങ്ങളിരുന്ന് അമൃത് കുടിച്ചുകൊള്ളുവിൻ. നിങ്ങൾ പറഞ്ഞ പോലെ ഞാനിതാ അമൃത് കൊണ്ടുവന്ന് നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ എൻ്റെ അമ്മ നിങ്ങളുടെ ദാസിയല്ല. ഗരുഡൻ പറഞ്ഞ പ്രകാരം സർപ്പങ്ങൾ സമ്മതിച്ചു. സസന്തോഷം സർപ്പങ്ങൾ കുളിക്കുവാൻ പോയി. ഈ തക്കം നോക്കി ഇന്ദ്രൻ അമൃതെടുത്ത് സ്വർഗത്തിലേക്ക് ഉയർന്നുപോയി. കുളിയും ജപവുമൊക്കെ വേഗം കഴിച്ച് മംഗളഭാവത്തോടെ സർപ്പങ്ങൾ വേഗത്തിൽ അമൃത് പാനത്തിന് വന്നു ചേർന്നു. എന്നാൽ ദർഭ വിരിച്ച പുല്ലിൽ അമൃത കലശം കണ്ടില്ല. സർപ്പങ്ങൾക്ക് മനസ്സിലായി തങ്ങളുടെ അമ്മ വിനിതയെ ചതിക്കുകയാണ് ചെയ്തത്. ആ ചതിക്കു പകരം ഇതാ ഇപ്പോൾ തങ്ങളും ചതിക്കപ്പെട്ടിരിക്കുന്നു. പിന്നീട് ആ ദർഭ പുല്ലിൽ സർപ്പങ്ങൾ നക്കി. അങ്ങനെയാണ് സർപ്പങ്ങളുടെ നാവ് ദർഭയുടെ മൂർച്ചയുള്ള ഭാഗം കൊണ്ട് രണ്ടായി കീറി.
അന്നു മുതൽ അമൃതസ്പർശം മൂലം ദർഭപുല്ല് ശുദ്ധമായി. പിന്നീട് ഗരുഡൻ ദാസ്യം നീങ്ങിയ തൻ്റെ അമ്മയോടുകൂടെ കാട്ടിൽ സസുഖം സന്തോഷമായി ജീവിച്ചു വന്നു. ഈ കഥ സസന്തോഷം നമ്മൾ കേൾക്കുന്നതായാലും വായിക്കുന്നതായാലും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായാലും അവർ മഹാസുകൃതിയായിത്തീരും, സ്വർഗലോകം പ്രാപിക്കുകയും ചെയ്യും എന്നതിന് യാതൊരു സംശയവുമില്ല. അത്രമാത്രം പുണ്യമായ കഥയാണ് മഹാഗണപതിയുടെ ഈ പ്രകീർത്തനം. ഹരേ കൃഷ്ണ.